കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ കേന്ദ്രബിന്ദുവാണ്. പുതിയ നിയമത്തിൽ ഉടനീളം കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സംഭവം വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം. ലേഖനങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ക്രൂശിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രാജ്യത്വം പ്രാപിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കർത്താവിനെ ക്രൂശിക്കുവാൻ വിധിച്ച പീലാത്തോസ്, ആ പീലാത്തോസിൻ്റെ കോർട്ട് ഇരുന്ന സ്ഥലം, ഇന്ന് അവിടെ ഒരു ചർച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ചർച്ചും കർത്താവ് ക്രൂശിക്കപ്പെട്ട ഗോൽഗോഥ മലയുമാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത്. അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യഹൂദ മത നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് യഹൂദ മത നേതാക്കന്മാർക്ക് യേശുവിനോട് വിരോധം വരുവാൻ കാരണം? യഹൂദന്മാരുടെ ദേവാലയമായിരുന്ന യെരുശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുമെന്നുള്ള യേശുവിൻ്റെ പ്രവചനത്തിങ്കൽ അവരുടെ ദേവാലയത്തെ നശിപ്പിച്ചു കളയുവാൻ യേശു പദ്ധതി ഇടുന്നു എന്നുള്ള വിചാരമാണ് യഹൂദന്മാർക്ക് വിരോധം വരുവാൻ കാരണം. താൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് രാജാവാക്കി തീർക്കുന്നു എന്നുള്ളത് മറ്റൊരു കാരണമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താൻ ദൈവപുത്രൻ എന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട്, താൻ തന്നെ ദൈവമാക്കുന്നു എന്നുള്ള മതനിന്ദയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവനെ ക്രൂശിക്കുക, അവനെ കൊന്നുകളക എന്ന ആർത്ത യഹൂദന്മാരോട് പീലാത്തോസ് ചോദിക്കുന്നു, നിങ്ങളുടെ രാജാവിനെ ഞാൻ കൊന്നുകളയണമോ? കൈസരല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല എന്ന് യഹൂദന്മാർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ യേശുവിനെ ക്രൂശിക്കുവാൻ റോമൻ ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ കാലഘട്ടത്തിൽ ഈ ഒരു മരണശിക്ഷ വളരെ ഭയാനകമായ ഒരു മരണശിക്ഷയായിട്ടാണ് അന്നത്തെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. റോമൻ എഴുത്തുകാരനായ സീസർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മരണശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളിയെ പൊതുജനത്തിന് മുൻപാകെ നഗ്നനാക്കി 3 ആണികളിൽ മരത്തിൽ തറയ്ക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തി മരണം വരിക്കുന്നു. മരിച്ച ആ ശവശരീരം മൃഗങ്ങൾക്കും കഴുകനും കൊത്തിപ്പറിക്കുവാൻ ഇട്ടുകൊടുക്കുന്നു എന്നുള്ള ഒരു ശിക്ഷാ നടപടിയായിരുന്നു ക്രൂശിന്റെ മരണം എന്നുള്ള ശിക്ഷാ നടപടി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം, അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ കുരിശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. യേശു താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ആ കാലഘട്ടത്തിലെ എഴുത്തുകളിൽ നിന്ന് ഇത് ഞാനൊന്ന് വിശദീകരിക്കാം. ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതിൻ്റെ ഭീകരത. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും. കാരണം ക്രൂശിന്റെ മരണശിക്ഷ ആ കാലഘട്ടത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ്. ഈ ക്രൂശിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ ഒരു മൃഗത്തെ അറക്കുവാൻ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഈ കുറ്റവാളി അങ്ങോട്ട് പോകുവാൻ വിസമ്മതിക്കുന്നത് കൊണ്ട്. ഈ കുറ്റവാളിയെ
ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട സ്ഥലത്ത് എത്തിക്കുവാൻ തന്നെ ഒരു കൂട്ടം പടയാളികൾ ഉണ്ടാകും. ചാട്ടവാറുകൊണ്ട് അടിച്ച് വേണം ഒരു കുറ്റവാളിയെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ. കാരണം കുറ്റവാളി മുൻപോട്ട് പോകുവാൻ വിസമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നു യേശുവിനെ കുറിച്ച് തിരുവചനത്തിൽ എന്താണ് പറയുന്നത്? യേശു താൻ തന്നെ മനസ്സോടെ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് പോയി. യേശുവിനെ ആരും വലിച്ചുകൊണ്ട് പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു. യെശയ്യാവ് 53:7 തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വാ തുറക്കാതെയിരുന്നു. യേശു താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥയിലേക്ക് പോയി. ഗോൽഗോഥ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തലയോട്ടി എന്നാണ്. അതിൻ്റെ ലാറ്റിൻ പദമാണ് കാൽവറിയാസ്. അതിൽ നിന്നാണ് കാൽവറി എന്ന പദമുണ്ടായത്. ഈ കുന്നിന് തലയോട്ടിയുടെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പദം ആ കുന്നിന് വരുവാൻ കാരണം. യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുന്നതിന് ഏകദേശം 2000 വർഷം മുൻപ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിശദീകരണം എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമുണ്ട്, 22-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം മശീകൈക സങ്കീർത്തനമായിട്ടാണ് അറിയപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ 22-16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെ ഒക്കെയും ചെയ്തു. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശുവിൻ്റെ വസ്ത്രം 4 പങ്കായി 4 പടയാളികൾക്ക് വീതിച്ചെടുത്തു. 4 പടയാളികൾ 4 പങ്ക്. ഒരു യഹൂദന് പ്രാഥമികമായി അവൻ്റെ വസ്ത്രധാരണത്തിൽ 4 കാര്യങ്ങളാണ് ഉള്ളത്: ചെരിപ്പ്, അരക്കച്ച, തലപ്പാവ്, ഒരു വസ്ത്രം. ഇത് 4 പടയാളികൾ പങ്കിട്ടെടുത്തു. ഇത് കൂടാതെ യേശുവിന് തുന്നലില്ലാത്ത ഒരു മേലങ്കി കൂടെ ഉണ്ടായിരുന്നു. അത് കീറരുത്, അത് ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് പറഞ്ഞ് അവർ അതിനായിട്ട് ചീട്ടിട്ടു. പഴയ നിയമത്തിൽ തുന്നലില്ലാത്ത മേലങ്കി ധരിച്ചിരുന്നത് മഹാപുരോഹിതൻ മാത്രമാണ്. പൊന്തിഫസ് എന്ന ലാറ്റിൻ പദമാണ് പുരോഹിതന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാത്തലിക് ആണെങ്കിൽ പൊന്തിഫെക്സ് മാക്സിമസ് എന്ന പദം കേട്ടിരിക്കും. പോപ്പിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ആ പൊന്തിഫസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ എന്നുള്ളതാണ്. ഇവിടെ യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരു മഹാപുരോഹിതൻ എന്നുള്ള ആ പ്രവചന നിവൃത്തി കൂടി ഇവിടെ നമുക്ക് ഈ ക്രൂശീകരണത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്തു വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു.
ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. ഒരു മേലെഴുത്ത്, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്, എബ്രായ, യവനായ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയിരിക്കുന്നു. ഹീബ്രു ഭാഷയിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്, ലാറ്റിൻ ഭാഷയിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്, ഗ്രീക്ക് ഭാഷയിൽ നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഹീബ്രു അന്നത്തെ റിലീജിയസ് ലാംഗ്വേജ് ആണ്. ലാറ്റിൻ ആണ് റോമൻ വ്യക്തികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ. ഗ്രീക്ക് ഭാഷ അന്നത്തെ കൾച്ചറൽ ലാംഗ്വേജ് ആണ്. എന്നാൽ യേശുവിൻ്റെ ജനനത്തിങ്കിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയയോട് പറയുന്നു, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ഇവന് കൊടുക്കും. വിദ്വാൻമാർ കടന്നു വന്ന് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഒരാഴ്ച മുൻപ് കഴുതപ്പുറത്ത് യെരൂശലേം പട്ടണത്തിൽ പ്രവേശിച്ച യേശുവിന് ജനം ഹോശാന പാടി, ദാവീദ് പുത്രന് ഹോശാന. യേശു യഹൂദന്മാരുടെ രാജാവാണ്. യേശു യഹൂദന്മാരുടെ മശിഹായാണ്. ശിരസിൽ മുൾമൂടി വച്ചോനേ, മരിച്ചുയർത്തെഴുന്നവനേ, നിന്നരികിൽ ഞാൻ അണഞ്ഞിടുന്നേ. കുരിശു ചുമന്നവനേ, ശിരസിൽ മുൾമൂടി വച്ചോനേ, മരിച്ചുയർത്തെഴുന്നവനേ, നിന്നരികിൽ ഞാൻ അണഞ്ഞിടുന്നേ. ചർച്ച് ഓഫ് കണ്ടംനേഷൻ. ഈ സ്ഥലത്തു വെച്ചാണ് ക്രൂശുമരണത്തിന് വിധിക്കപ്പെട്ട യേശുവിൻ്റെ ചുമലിൽ ഭാരമേറിയ മരക്കുരിശ് ചുമത്തപ്പെട്ടത്. ഇത് വയാ ഡൊളോറോസ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയുടെ സെക്കൻഡ് സ്റ്റേഷനാണ്. സീലിംഗ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4 പിങ്ക് തൂണുകൾ കൊണ്ടാണ്. ഈ കാണുന്ന തറയിൽ പാകിയ കല്ലുകൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതായി കരുതപ്പെടുന്ന കല്ലുകൾ ആണ്. അൾത്താരയിൽ കാണുന്നത് പടയാളികൾ യേശുവിൻ്റെ ചുമലിൽ കുരിശ് വയ്ക്കുമ്പോൾ പീലാത്തോസ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതാണ്. യേശുവിന് പകരം ബറബാസിനെ വിട്ടയക്കുന്ന ഒരു ചിത്രവും നമുക്ക് ഇതിൻ്റെ ഭിത്തികളിൽ കാണാം.